Hi my dear students, myself Anu Shashidharan, Biology Faculty of NR Academy. നമ്മൾ ഇന്ന് പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്ററിലെ കുറച്ച് അഡീഷണൽ കണ്ടൻസ്, അതായത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് അഡീഷണൽ കണ്ടൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആസ് യു നോ ദ ടോപ്പിക് വി ഹാവ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ്. നിങ്ങൾക്കറിയാം പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ചില അഡീഷണൽ കണ്ടൻസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? യെസ്. First of all, we have to start with systems of classification. നിങ്ങൾക്കറിയാം, നമ്മൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണ് ഡിസ്കസ് ചെയ്ത്. യു ആർ വെരി ഫെമിലിയർ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം, നാച്ചുറൽ സിസ്റ്റം ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഡിസ്കസ് അബൌട്ട് ആർട്ടിഫിഷ്യൽ സിസ്റ്റം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ very few morphological characters അല്ലേ? 1-2 എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത്തരത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തിയോഫ്രാസ്റ്റസ് എന്ന സയൻറ്റിസ്റ്റ് ആണ്. ഓക്കെ, ഹി ഹാസ് ആക്ച്വലി ക്ലാസിഫൈഡ് 480 plants in 4 groups. 480 പ്ലാന്റ്സിനെ അദ്ദേഹം 4 ഗ്രൂപ്പുകളായിട്ട് ഉൾപ്പെടുത്തി. 4 ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തി. ഏതൊക്കെയാണ് 4 ഗ്രൂപ്പ്സ്? സി, ഹബ്സ്, അണ്ടർ ഷബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. ഇതായിരുന്നു 4 ഗ്രൂപ്പുകൾ. അപ്പോൾ തിയോഫ്രാസ്റ്റസ് ആണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കറിയാം അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈഡ് the organisms, especially animals, into 2 categories. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, എനൈമ ആൻഡ് ഇനൈമ. എനൈമ മീൻസ് ഇൻവെർട്ടിബ്രേറ്റ്സ് വിത്ത് നോ റെഡ് ബ്ലഡ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ചുവന്ന രക്തം ഇല്ലാത്ത ജീവികൾ. അതുപോലെ ഇനൈമ മീൻസ് വെർട്ടിബ്രേറ്റ്സ് വിത്ത് റെഡ് ബ്ലഡ്, ചുവന്ന രക്തം ഉള്ള ജീവികൾ. ഓക്കെ, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. ഡു യു നോ കാൾ ലിന്നേയസ്? കേട്ടിട്ടുണ്ട് അല്ലേ? കാൾ ലിന്നേയസ് നമ്മൾ 2 കിങ്ഡം സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹി ഈസ് കൺസിഡർഡ് ആസ് ദി ഫാദർ ഓഫ് ടാക്സോണമി അല്ലേ? ഇദ്ദേഹം ആക്ച്വലി ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്തിയ ആളാണ്. ഹി ഹാസ് ക്ലാസിഫൈഡ് ദ പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സ്റ്റേമെൻസ്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേമെൻസിന്റെ നമ്പർ അനുസരിച്ച് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. 1 സ്റ്റേമൻ ഉള്ളവർ മൊണാൻഡ്രിയ, 2 സ്റ്റേമെൻസ് ഉള്ളവർ ഡയാൻഡ്രിയ, ട്രയാൻഡ്രിയ, അങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹത്തിന്റെ ബുക്കാണ് ജനേറ പ്ലാന്റേറം. ജനേറ പ്ലാന്റേറം. ഇറ്റ് ക്ലിയർ? ഇതാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിലെ അഡീഷണൽ കോൺസെപ്റ്റ്സുകൾ. Next one, we are going to discuss about natural system of classification. Natural system, you are very familiar. It is actually based on the natural affinities among organisms. അല്ലേ? ഇവിടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. We can consider as many as characters are possible. എത്രമാത്രം ക്യാരക്ടേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാമോ അതെല്ലാം കൺസിഡർ ചെയ്ത് നടത്തുന്ന സിസ്റ്റമാണ് നാച്ചുറൽ സിസ്റ്റം എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നമ്മൾ പലപ്പോഴും എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, ഇന്റേണൽ ഫാക്ടേഴ്സ്, അനാട്ടമിക്കൽ ഫീച്ചേഴ്സ്, അൾട്രാ സ്ട്രക്ചർ ഓഫ് ദ സെൽ, അനാട്ടമി, എംബ്രിയോളജി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് നടത്തുന്ന ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ബെറ്റർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബെന്തം ആൻഡ് ഹുക്കേഴ്സ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പഠനത്തിന് വേണ്ടി ഫോളോ ചെയ്യുന്നത് ഈ ബെന്തം ആൻഡ് ഹുക്കർ സിസ്റ്റം ഓഫ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. മൂന്നാമത്തെ ഒരു മെത്തഡ് നിങ്ങൾക്കറിയാം, ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. And this system of classification based on the phylogeny of organisms. എന്താണ് phylogeny എന്ന് പറഞ്ഞാൽ? Phylogeny, you are very familiar. It is the evolutionary history of an organism. അതാണ് ഫൈലോജനി. അപ്പോൾ അത്തരത്തിൽ ഒരു ഓർഗാനിസത്തിന്റെ ഇവല്യൂഷണറി ഹിസ്റ്ററി അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട്. ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ക്ലാഡിസ്റ്റിക്സ്. എന്താ വിളിക്കുക? ക്ലാഡിസ്റ്റിക്സ്. ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൾസോ കോൾഡ് ക്ലാഡിസ്റ്റിക്സ് ആൻഡ് the graphic representation
about the phylogenetic classification that is called cladogram അല്ലെങ്കിൽ നമ്മൾ അതിനെ family tree എന്ന് വിളിക്കും. cladogram അല്ലെങ്കിൽ family tree. It is a graphic representation of evolutionary relationship of organisms. That is called a cladogram അല്ലെങ്കിൽ family tree എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു ഫൈലോജനറ്റിക് സിസ്റ്റം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐക്ലർ എന്ന സയന്റിസ്റ്റ് ആണ്. ഐക്ലർ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് ദ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ സ്റ്റുഡൻസ്, നൗ ലെറ്റ് മീ ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് സിസ്റ്റമാറ്റിക്സ്. എന്താണ് സിസ്റ്റമാറ്റിക്സ്? സിസ്റ്റമാറ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ സ്റ്റഡി ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ഓർഗാനിസംസ്. Okay, it is the study of diversity and differentiation of organisms based on their phenotypic, genotypic and phylogenetic relationship. Enna phenotypic? External features. Genotypic genetic constitution and phylogenetic relation. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓർഗാനിസങ്ങളെ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ നടത്തുകയിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ടേം സിസ്റ്റമാറ്റിക്സ് ഓൾസോ കോയിൻഡ് ബൈ കാൾ ലിന്നേയസ്, ഓക്കെ, ഫാദർ ഓഫ് ടാക്സോണമി. അതിനുശേഷം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്കറിയാം ന്യൂ ബ്രാഞ്ചസ് ഓഫ് സിസ്റ്റമാറ്റിക്സ് അല്ലെ. സിസ്റ്റമാറ്റിക്സിലെ പുതിയ ബ്രാഞ്ചസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ പഠിച്ചത് സൈറ്റോ ടാക്സോണമി, ന്യൂമറിക്കൽ ടാക്സോണമി, കീമോ ടാക്സോണമി എക്സെട്ര. അതിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇറ്റ് ഈസ് കോൾഡ് ന്യൂമറിക്കൽ ടാക്സോണമി. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്താണ് ന്യൂമറിക്കൽ ടാക്സോണമി? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അസൈൻ ദ കോഡ്സ് ആൻഡ് നമ്പേഴ്സ് ടു ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ്. പ്ലാന്റ്സിന്റെ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യും? കോഡുകൾ അല്ലെങ്കിൽ നമ്പറുകൾ അസൈൻ ചെയ്യുകയും അതിനുശേഷം അത്തരം ഡേറ്റാസിനെ പ്രോസസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഷുഡ് പ്രോസസ് ദ ഡേറ്റ ആൻഡ് ക്ലാസിഫൈ ദ ഓർഗാനിസംസ്, ഐ മീൻ ദ പ്ലാന്റ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂമറിക്കൽ ടാക്സോണമിക്ക് നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് ഫിനറ്റിക്സ്. Numerical taxonomy is also called phonetics. First of all, it was introduced by a scientist named Adenson. Adenson is a scientist introduced ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂമറിക്കൽ ടാക്സോണമിക്ക് നമ്മൾ കോമൺലി ഒരു പേര് വിളിക്കാറുണ്ട് കുട്ടികളെ. എന്താണ്? അഡൻസോണിയൻ ടാക്സോണമി. എന്താ വിളിക്കുക? അഡൻസോണിയൻ ടാക്സോണമി. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് എനിക്ക് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ തരാനുള്ള അഡീഷണൽ പോയിന്റ്സ്. ഇനി നമ്മൾ നേരെ പ്ലാന്റ് കിങ്ഡത്തിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. യു ആർ വെരി ഫെമിലിയർ. വി ഹാവ് ഡിസ്കസ്ഡ് 5 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ്. യു റിമെമ്പർ ഏതൊക്കെയാണ്? ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. നമ്മൾ 5 ഗ്രൂപ്പിലെയും പ്ലാന്റ് കിങ്ഡത്തിലെ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ഗ്രൂപ്പ്സിന്റെ അഡീഷണൽ കണ്ടന്റ് ആണ് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിലെ ആൽഗെ എന്ന ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, നിങ്ങൾക്കറിയാം ആൽഗെ എന്ന വിഭാഗത്തിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ പ്രത്യേകത ക്ലോറോഫിൽ പ്രസൻ്റ് ആയിട്ടുള്ള വളരെ ചെറിയ താലോയിഡ് പ്ലാന്റ്സ് ആണ് അല്ലേ. പ്ലാന്റ് ബോഡിക്ക് വിളിക്കുന്ന പേര് താലസ് എന്നാണ്. വൈ? ബിക്കോസ് അൺഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡിയാണ്. ദ പ്ലാന്റ് ബോഡി കനോട്ട് ബി ഡിഫറൻഷിയേറ്റ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. അപ്പോൾ അത്തരത്തിലുള്ള താലോയിഡ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ താലോയിഡ് പ്ലാന്റ് ബോഡി ഉള്ളവരാണ് ആൽഗെ. ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പിഗ്മെന്റ്സ്, ആൽഗകളിലുള്ള പിഗ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഏതൊക്കെയാണ്? ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ക്ലോറോഫൈസിയെ മീൻസ് ഗ്രീൻ ആൽഗെ, ഫിയോഫൈസിയെ ഇറ്റ്സ് എ ബ്രൗൺ ആൽഗെ and rhodophyceae, you know, it's a red algae. Okay, നമ്മൾ ക്ലോറോഫൈസിയുടെ കുറച്ച് ഡീറ്റെയിൽഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്ലോറോഫൈസി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആൽഗകൾ കൂടുതലും കാണപ്പെടുന്നത് ഫ്രഷ് വാട്ടറിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ക്ലോറോഫൈസൻ മെമ്പേഴ്സ് ആർ കോമൺലി സീൻ ഇൻ ഫ്രഷ് വാട്ടർ. പക്ഷേ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. Some type of chlorophycin members can see in marine habitat. Marine habitat കാണുന്ന ഒരു ക്ലോറോഫൈസിൻ മെമ്പർ ആണ് കൊളറപ്പ. അതുപോലെ തന്നെ അസെറ്റാബിലേറിയ അതുപോലെ കൊളറപ്പ ഇവരൊക്കെ
മെറൈൻ എൻവയോൺമെന്റിൽ കാണുന്ന ക്ലോറോഫൈസിൻ മെമ്പേഴ്സ് ആണ്. അതിൽ അസറ്റാബിലേറിയക്ക് ഒരു പ്രത്യേകത കുട്ടികളെ, ഇത് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് യൂണിസെല്ലുലാർ ആൽഗെ അല്ലെങ്കിൽ ലാർജസ്റ്റ് യൂണിസെല്ലുലാർ മെറൈൻ ആൽഗെ. ഇത് യൂണിസെല്ലുലാർ ആൽഗയാണ്, പക്ഷെ കുറച്ച് വലുതാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അത്രയ്ക്ക് വലിയ ഒരു യൂണിസെല്ലുലാർ ആൽഗയാണ് ഇതെന്ന് പറയുന്നത് അസറ്റാബിലേറിയ എന്ന് പറയുന്നത്. അതൊരു മെറൈൻ ക്ലോറോഫൈസിൻ മെമ്പർ ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഇവരുടെ ഒരു താലസ് ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ സം ഓഫ് ദം ആർ മോട്ടൈൽ ആൻഡ് യൂണിസെല്ലുലാർ. യൂണിസെല്ലുലാർ മോട്ടൈൽ ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണാസ്. എന്നാൽ യൂണിസെല്ലുലാർ തന്നെ നോൺ മോട്ടൈൽ ആണ്, ഫ്ലജല്ല ഇല്ലാത്തവരാണ് ക്ലോറല്ല. യു ഹാവ് ലേൺ കൊളോണിയൽ ആൽഗെ അല്ലെ? കൊളോണിയലില് നമ്മൾ പഠിച്ചൊരു ആൽഗയുണ്ട് വോൾവോക്സ്, അത് മോട്ടൈലാണ്. മോട്ടൈൽ കോളനിയാണ് വോൾവോക്സിന്. എന്നാൽ കോളനിയാണ്, പക്ഷെ നോൺ മോട്ടൈൽ ആയിട്ടുള്ള ചില ആൽഗകളുടെ കുട്ടികളെ നോൺ മോട്ടൈൽ കൊളോണിയൽ ആൽഗെ. ഇറ്റ്സ് എ ബെറ്റർ എക്സാമ്പിൾ ഹൈഡ്രോഡിക്റ്റിയോൺ. എന്താ വിളിക്കുക? ഹൈഡ്രോഡിക്റ്റിയോൺ. അത് ഒരു കൊളോണിയൽ നോൺ മോട്ടൈൽ ആൽഗയാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ചില ആൽഗകൾ ലീഫ് ലൈക്ക് ആണ് അല്ലെങ്കിൽ ഫോളിയേഷ്യസ് ആണ്. അത്തരത്തിലുള്ള ഫോളിയേഷ്യസ് ആൽഗകൾക്ക് എക്സാമ്പിൾ ആണ് ആൽവ. ആൽവയ്ക്ക് മറ്റൊരു പേരുണ്ട്, സീ ലെറ്റ്യൂസ് എന്ന് വിളിക്കും. സീ ലെറ്റ്യൂസ്. ആൽവ ഇറ്റ്സ് കോമൺലി കോൾഡ് സീ ലെറ്റ്യൂസ്. ഇറ്റ്സ് എ ഫോളിയേഷ്യസ് ആൽഗി. ക്ലോറോഫൈസിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടേം ആണ് ഞാൻ നിങ്ങളെ ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് വാട്ട് ഈസ് റെഡ് സ്നോ? റെഡ് സ്നോ എന്താണെന്ന് ചോദിച്ചാൽ സം ടൈപ്പ് ഓഫ് ക്ലോറോഫൈസിൻ മെമ്പേഴ്സ് കോമൺലി സീൻ ഇൻ പോളാർ റീജിയൻസ്. പോളാർ റീജിയൻസിൽ കാണുന്ന ചില പ്രധാനപ്പെട്ട ആൽഗകൾ ഉണ്ട്. സം ആൽഗെ ഗ്രോ ഇൻ പോളാർ റീജിയൻസ്. ദർ കോമൺലി കോൾഡ് ക്രയോഫൈറ്റ്സ്. നമ്മൾ അവരെ ക്രയോഫൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അത്തരത്തിൽ ഒരു ആൽഗയുടെ പേരാണ് ക്ലാമിഡോമോണാസ് നിവാലിസ്. എന്താണ്? ക്ലാമിഡോമോണാസ് നിവാലിസ്. ദാറ്റ് മേക്ക് ദ ഹാബിറ്റാറ്റ് ആസ് റെഡ് കളർ. അവര് ഈ സ്നോയിലാണല്ലോ കാണുന്നത് അല്ലെ? ആ ഒരു ഹാബിറ്റാറ്റിൽ അവർ റെഡ് കളർ പ്രൊവൈഡ് ചെയ്യും. വൈ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പോർസ് ഇൻ ഇറ്റ്. ഇത്തരത്തിലുള്ള ക്ലാമിഡോമോണാസ് നിവാലിസിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സ്പോറുകളുണ്ട്. സ്പോറുകളുടെ പേര് ഹെപ്പനോസ്പോസ്. ഹെപ്പനോസ്പോസിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഒരു റെഡ് പിഗ്മെന്റ് അടങ്ങിയിട്ടുണ്ട്. ആ പിഗ്മെന്റിന്റെ പേരാണ് ഹിമാറ്റോക്രോം. എന്താ വിളിക്കുക? ഹിമാറ്റോക്രോം. HAEMATOCHROME. ഹിമാറ്റോക്രോം. ഇറ്റ്സ് എ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ഹെപ്പനോസ്പോസ് which provide red color to the snow. That is what we can say red snow. Okay. അതുപോലെ തന്നെ ക്ലോറോഫൈസിൻ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പലരും ഇക്കണോമിക്കലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ളവരാണ്, സാമ്പത്തികമായി വളരെയധികം പ്രാധാന്യമുള്ളവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ക്ലോറല്ല. ക്ലോറല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ സിംഗിൾ സെൽ പ്രോട്ടീൻ ആയിട്ട് യൂസ് ചെയ്യും അല്ലെ? ഇറ്റ്സ് an alternative source of protein. കാരണം ഇത്തരത്തിലുള്ള യൂണിസെല്ലുലാർ ആൽഗകൾക്കകത്ത് ലാർജ് എമൗണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മോർ ദാൻ 50% പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവരെ സിംഗിൾ സെൽ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ചില ആന്റിബയോട്ടിക്സ്, അതായത് ക്ലോറല്ലിൻ എന്ന പേരുള്ള ആന്റിബയോട്ടിക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇത്തരം ക്ലോറല്ലയിൽ നിന്നാണ്. ഓക്കെ കുട്ടികളെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആൽഗയാണ് ഈ ഗ്രൂപ്പിൽ വരുന്നതാണ് സെഫേല്യൂറസ്. എന്താ വിളിക്കുക? സെഫേല്യൂറസ്. സെഫേല്യൂറസിനെ കുറിച്ച് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് എ പാരസൈറ്റിക് ആൽഗെ. ഒരു പാരസൈറ്റിക് ക്ലോറോഫൈസിൻ മെമ്പർ ആണ്. ഇറ്റ് മേ കോസസ് റെഡ് റസ്റ്റ് ഓൺ ദ ടീ പ്ലാന്റ്സ്. ടീ പ്ലാന്റ്സിലാണ് ഇവര് പലപ്പോഴും പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്നത്. അവിടെ ഏത് രോഗം ഉണ്ടാക്കും? ഇവര് റെഡ് റസ്റ്റ് എന്ന രോഗമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. ടീ പ്ലാന്റ്സിന്റെ ലീവ്സിലാണ് ഇവര് പാരസൈറ്റിക് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നത്. ഇത്തരത്തിലുള്ള പ്ലാന്റ്സിൽ റെഡ് റസ്റ്റ് എന്ന രോഗം ഉണ്ടാക്കുന്നത് ഈ സെഫേല്യൂറസ് എന്ന ആൽഗകളാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ലെറ്റ് മി ഡിസ്കസ് അബൌട്ട് ഫിയോഫൈസി. ഫിയോഫൈസി നിങ്ങൾക്കറിയാം, ബ്രൗൺ ആൽഗയാണ് അല്ലെ? ബ്രൗൺ ആൽഗകൾ കോമൺലി കാണപ്പെടുന്നത് മെറൈൻ ഹാബിറ്ററ്റിൽ തന്നെയാണ്. ഓക്കെ. ഫ്രഷ് വാട്ടറിൽ കുറവാണ്, കൂടുതലും കാണപ്പെടുന്നത് മെറൈൻ ഹാബിറ്റാറ്റിലാണ്. നമ്മൾ ഇവരുടെ ഒരു താലസ് ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ ആൽഗകൾ പലപ്പോഴും ഈ ഒരു ഫിയോഫൈസിൻ മെമ്പറിൽ കാണില്ല. യൂണിസെല്ലുലാർ മെമ്പേഴ്സ് ആർ ഓർ യൂണിസെല്ലുലാർ ഫോംസ് ആർ ആബ്സെന്റ്.
ഓക്കെ, സം ഓഫ് ദം ആർ ആക്ച്വലി ബ്രാഞ്ച്ഡ് ആൻഡ് ഫിലമെന്റസ്. ഈ ഗ്രൂപ്പിലുള്ള ചില ആളുകളൊക്കെ നല്ല ബ്രാഞ്ച്ഡ് ആണ്, അതുപോലെ ഫിലമെന്റസ് ആണ്. അത്തരത്തിലുള്ള ബ്രാഞ്ച്ഡ് ഫിലമെന്റസ് ബ്രൗൺ ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് എക്ടോകാർപ്പസ്. എന്താ വിളിക്കുക? എക്ടോകാർപ്പസ്. അതുപോലെ സം ഓഫ് ദം ആർ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ്, ഹൈലി ബ്രാഞ്ച്ഡ് ആണ്. ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ആൽഗയുടെ പേരാണ് കെൽപ്സ്. കെൽപ്സ് നിങ്ങൾക്കറിയാം, ഗ്രൂപ്പ് ഓഫ് ആൽഗയാണ്. ഓക്കെ, ആൽഗയുടെ വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് കെൽപ്സ്. ഓക്കെ, വളരെ വലിയ ആൽഗകൾ വരുന്ന അല്ലെങ്കിൽ ജൈന്റ് ഗ്രൂപ്പ് ഓഫ് ആൽഗയാണ് കെൽപ്സ് എന്ന് പറയുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട ആൽഗകളും അവരുടെ സൈസുമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. റെഡി അല്ലേ? ഫസ്റ്റ് വൺ, മാക്രോസിസ്റ്റിസ്. മാക്രോസിസ്റ്റിസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആൽഗയാണ്. ഓക്കെ, ഏതാണ്ട് 30 മുതൽ 60 മീറ്റർ വരെയാണ് ഇവരുടെ ഹൈറ്റ്. ഓക്കെ, അതുപോലെ മറ്റൊരെണ്ണമാണ് നെർക്കോസിസ്റ്റിസ്. ഇവരുടെ പ്രത്യേകത 20 മുതൽ 30 മീറ്റർ വരെയാണ് ഇവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. മറ്റൊരെണ്ണമാണ് ലാമിനേറിയ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാണ് ലാമിനേറിയ. 2 to 12 മീറ്റർ ആണ് ഇവരുടെ ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർഗാസം ആൻഡ് ഫ്യൂക്കസ്, ഫിയോഫൈസിൽ വരുന്ന മറ്റു 2 ആൽഗകളാണ് സർഗാസം ആൻഡ് ഫ്യൂക്കസ്. ഇവരുടെ പ്രത്യേകത ഇവര് ഫ്രീ ഫ്ലോട്ടിംഗ് ആണ്. അറ്റാച്ച് ചെയ്ത് കാണുന്നവരല്ല, വാട്ടറിലൂടെ എങ്ങനെ ഫ്രീ ആയിട്ട് ഒഴുകി നടക്കുന്നവരാണ്. ഫ്രീ ഫ്ലോട്ടിംഗ് ഫിയോഫൈസൻ മെമ്പേഴ്സ് ആണ് സർഗാസം ആൻഡ് ഫ്യൂക്കസ്. ഈ 4 മാക്രോസിസ്റ്റിസ്, നെർക്കോസിസ്റ്റിസ്, ലാമിനേറിയ ആൻഡ് ലാമിനേറിയ, ഈ ഫസ്റ്റ് 3 കെൽപ്സ് എന്ന വിഭാഗത്തിൽ വരുന്നവരാണ്. ജൈന്റ് ആൽഗകളാണ്. അതിൽ തന്നെ ഏറ്റവും വലുത് മാക്രോസിസ്റ്റിസ് ആണ്. ഫിയോഫൈസിൻ മെമ്പേഴ്സിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരം ആൽഗകളിൽ വളരെ പ്രധാനപ്പെട്ട ചില ഹൈഡ്രോ കൊളോയിഡ്സ് ഉണ്ട്. അതിന് ബെറ്റർ എക്സാമ്പിൾ ആണ് ആൽജിൻ, ലാമിനേറിയ, ഫ്യൂക്കസ് തുടങ്ങിയ ആൽഗകളിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഹൈഡ്രോ കൊളോയിഡ് ആണ് ആൽജിൻ. ഓക്കെ, പല ഇൻഡസ്ട്രീസിലും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. എസ്പെഷ്യലി ഫോർ എ പ്രിപ്പറേഷൻ ഓഫ് സോപ്പ്, ഐസ്ക്രീം, പോളിഷസ് ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ആൽജിൻ യൂസ് ചെയ്യാറുണ്ട്. ചില ഫിയോഫൈസിൻ മെമ്പേഴ്സിൽ നിന്നും നമ്മൾ അയോഡിൻ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് വൺ, അയോഡിൻ എക്സ്ട്രാക്ഷൻ ഫ്രം ലാമിനേറിയ ആൻഡ് ഫ്യൂക്കസ്. അതുപോലെ ഈ ഗ്രൂപ്പിൽ വരുന്ന ചില ആളുകൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നവരാണ്. എസ്പെഷ്യലി ലാമിനേറിയ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ലാമിനേറിയ വെച്ചുണ്ടാക്കുന്ന ഒരു ഫുഡിന്റെ പേരാണ് കോംബോ. കോംബോ ഇസ് ആക്ച്വലി എ ഫുഡ് ടൈപ്പ് ഫോംഡ് ബൈ ലാമിനേറിയ. ഇത്രയുമാണ് എനിക്ക് ഫിയോഫൈസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. നൗ ലെറ്റ് us discuss about the last group of algae, rhodophyceae. റോഡോഫൈസിയുടെ കോമൺ നെയിം നിങ്ങൾക്ക് അറിയാം, റെഡ് ആൽഗെ. റീസൺ നിങ്ങൾക്ക് അറിയാം, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് റെഡ് പിഗ്മെന്റ്സ്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് റെഡ് ഇൻ കളർ, ആർ ഫൈക്കോസയാനിൻ ആൻഡ് ആർ ഫൈക്കോ എറിത്രിൻ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അഡീഷണൽ കോൺസെപ്റ്റുകൾ മാത്രമാണ് ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റോഡോഫൈസിയെ അല്ലെങ്കിൽ റെഡ് ആൽഗയെ കുറിച്ച് പറയുമ്പോൾ ഇവർ കൂടുതലും മെറൈൻ ഹാബിറ്റാറ്റിലാണ് കാണുന്നത്. ഫ്രഷ് വാട്ടറിൽ വളരെ റെയർ ആണ്. ഓക്കെ, എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഫ്രഷ് വാട്ടറിലുള്ള ചില റെയർ ഫോംസ് ഉണ്ട്. അത്തരത്തിലുള്ളൊരു ഫ്രഷ് വാട്ടർ റോഡോഫൈസൻ മെമ്പർ ആണ് ബെട്രാക്കോസ്പെർമം. എന്താ? ബെട്രാക്കോസ്പെർമം. ഇറ്റ്സ് എ റെഡ് ആൽഗെ, ഐ മീൻ ദ ഫ്രഷ് വാട്ടർ റെഡ് ആൽഗെ. ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഒരു റോഡോഫൈസൻ മെമ്പർ ആണ് ബെട്രാക്കോസ്പെർമം. അങ്ങനെ ചില റെയർ ആയിട്ടുള്ള ചില ആൽഗകൾ മാത്രമേ ഉള്ളൂ ഫ്രഷ് വാട്ടറിൽ. ബാക്കി എല്ലാവരും എവിടെ കാണുന്നത്? മെറൈൻ ഹാബിറ്റാറ്റിൽ. ക്ലോറോഫൈസൻ നേരെ തിരിച്ചാണ്. ക്ലോറോഫൈസിൽ കൂടുതൽ ആളുകളും ഫ്രഷ് വാട്ടർ ഫോംസ് ആണ്. വളരെ കുറച്ച് മാത്രമേ എന്തുള്ളൂ? മെറൈൻ ഫോംസ് ഉള്ളൂ. ഓക്കെ ചിൽഡ്രൻ, യെസ്. ഇത് നമ്മൾ അവരുടെ ഒരു താലസ് ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫിയോഫൈസിൽ പലപ്പോഴും യൂണിസെല്ലുലാർ ഫോംസ് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ റോഡോഫൈസിൽ ചില യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു യൂണിസെല്ലുലാർ റോഡോഫൈസിൻ മെമ്പറാണ് പോർഫിറിഡിയം. എന്താണ്? പോർഫിറിഡിയം. ഇറ്റ്സ് എ യൂണിസെല്ലുലാർ റെഡ് ആൽഗെ. ചിലരുണ്ട് ഫിലമെന്റസ് ആണ്. നിങ്ങൾക്കറിയാം ഫിലമെന്റസ് ആൽഗെ, പോളിസൈഫോണിയ, അതുപോലെ ഷീറ്റ് ലൈക്ക് പൊർഫൈറ. ഈ 2 ആൾക്കാരുടെയും ഡയഗ്രാം നിങ്ങളുടെ NCERT ബുക്കിലുണ്ട്. പോളിസൈഫോണിയ ആൻഡ് പൊർഫൈറ. ചില ആളുകൾ റിബൺ ലൈക്ക് ആണ്. റിബൺ ലൈക്ക് റെഡ് ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് കോൺട്രസ്. കോൺട്രസ് ഇക്കണോമിക്കലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ആൽഗയാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ നെറ്റ്വർക്ക് ലൈക്ക്. ചില റോഡോഫൈസിൻ മെമ്പേഴ്സ് നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉള്ളവരാണ്.
അവരുടെ പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ താലസ് എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്കാണ്. അതിന് ബെറ്റർ എക്സാമ്പിൾ ആണ് ജെലീഡിയം. എന്താണ് ജെലീഡിയം? ഇത് നമ്മൾ ഇവരുടെ ഒരു ഇക്കണോമിക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ചില റോഡോഫൈസൻ മെമ്പേഴ്സ് ദർ ആക്ച്വലി യൂസ് ദസ് ഫുഡ്, നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. ബെറ്റർ എക്സാമ്പിൾ ആണ് പൊർഫൈറ. ഓക്കെ, ചില ഹൈഡ്രോകൊളോയിഡ്സ് ആയ അഗർ, കാരാജീൻ ഇതൊക്കെ നമ്മൾ റെഡ് ആൽഗയിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അഗർ എന്ന് കേട്ടിട്ടില്ലേ? ജെലീഡിയം, ഗ്രാസിലേറിയ തുടങ്ങിയ റെഡ് ആൽഗയിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഹൈഡ്രോകൊളോയിഡ് ആണ് അഗർ. അഗർ പലപ്പോഴും പല ഫുഡ് ഐറ്റത്തിന്റെയും പ്രിപ്പറേഷൻസിന് അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസിനെ വളർത്തുന്നതിനുള്ള കൾച്ചർ മീഡിയം ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ അഗറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ടിഷ്യൂ കൾച്ചർ എന്നൊക്കെ? ടിഷ്യൂ കൾച്ചർ പ്രോസസ്സിൽ നമ്മൾ പ്ലാന്റ്സിനെ വളർത്താൻ ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയം ഉണ്ടാക്കുമ്പോൾ അതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ആരെന്ന് പറയുന്നത്? അഗർ എന്ന് പറയുന്നത്. മറ്റൊരെണ്ണമാണ് കാരാജീൻ. നിങ്ങൾക്കറിയാം കാരാജീനും ഒരു ഹൈഡ്രോകൊളോയിഡ് സബ്സ്റ്റൻസ് ആണ്. പലപ്പോഴും ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് കോൺട്രസ് ക്രിസ്പസ് എന്ന ആൽഗയിൽ നിന്നാണ്. കോൺട്രസ് നമ്മൾ കേട്ടതാണ്, റിബൺ ലൈക്ക് റെഡ് ആൽഗയാണ് കോൺട്രസ്. അതിൻ്റെ ഒരു പ്രത്യേക സ്പീഷീസ് ആണ് കോൺട്രസ് ക്രിസ്പസ്. നമ്മൾ ഈ ആൽഗയ്ക്ക് കോമൺലി വിളിക്കുന്ന പേര് ഐറിഷ് മോസ് എന്നാണ്. ഐറിഷ് മോസ്. ഓക്കെ ചിൽഡ്രൻ, ഐറിഷ് മോസ് എന്നറിയപ്പെടുന്ന കോൺട്രസ് ക്രിസ്പസ് എന്ന ആൽഗയിൽ നിന്നാണ് നമ്മൾ കാരാജീൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ്സ് ആക്ച്വലി യൂട്ടിലൈസിങ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫുഡ് ഇൻഡസ്ട്രീസ്. പലപ്പോഴും പല ഫുഡ് ഐറ്റംസും ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ കാരാജീൻ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആൽഗകളെ കുറിച്ച് അഡീഷണൽ കോൺസെപ്റ്റിൽ തരാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത പ്ലാന്റ് ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ്സ്. ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിലെ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രയോഫൈറ്റ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം ദ ടോപ്പിക് ബ്രയോഫൈറ്റ്സ് വി ഹാവ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ്. നമ്മളതിൻ്റെ അഡീഷണൽ പോയിന്റ്സ് അല്ലേ, എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ അഡീഷണൽ കണ്ടൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും ബ്രയോഫൈറ്റ്സിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഓർ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീലിംഗ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ബ്രാഞ്ചാണ് ബ്രയോളജി. Okay, a famous scientist, Hedwig, he is considered as the father of bryology. Okay, one more scientist here you can see, Shivaram Kashyap, he is considered as the father of Indian bryology. Okay, നിങ്ങൾക്കറിയാം ബ്രയോഫൈറ്റിക് പ്ലാന്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ പരിശോധിച്ചാൽ you can see that they are showing haplodiplontic type of life cycle. Am I clear? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇവർ ഹാപ്ലോഡിപ്ലോണ്ടിക് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ കാണിക്കുന്നവരാണ്. അതായത് ഹാപ്ലോയിഡ് ഗെമിറ്റോഫൈറ്റിക് ഫേസും അതുപോലെ തന്നെ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസും രണ്ടും ഈക്വലി ഡൊമിനൻ്റ് ആയിട്ടുള്ള ലൈഫ് സൈക്കിളാണ് ഇവർ കാണിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ബ്രയോഫൈറ്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ. ബ്രയോഫൈറ്റ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിങ്ങൾക്കറിയാം, ദ സ്പോറോഫൈറ്റ് ഈസ് നോട്ട് ഫ്രീ ലിവിങ്, യുനോ അല്ലെ. പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഗമിറ്റോഫൈറ്റ് ആണ്. ദ പ്ലാന്റ് ബോഡി ഓഫ് ബ്രയോഫൈറ്റ് ഈസ് ദ ഹാപ്ലോയിഡ് ഗമിറ്റോഫൈറ്റ്. ഗമിറ്റോഫൈറ്റിനെ പൂർണ്ണമായി അല്ലെങ്കിൽ ഭാഗികമായി ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് സ്പോറോഫൈറ്റ്. എന്ന് പറഞ്ഞാൽ സ്പോറോഫൈറ്റിക് പാർട്ടിന് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, ദേ ആർ നോട്ട് ഫ്രീ ലിവിങ്. ഓക്കെ, നൗ ലെറ്റ് us see one of the largest bryophytes. ഏറ്റവും വലിയ ബ്രയോഫൈറ്റ് എന്ന് ചോദിച്ചാൽ ദ നെയിം ഓഫ് ദ പ്ലാന്റ് ഡൗസോണിയ. ഡൗസോണിയ ഇറ്റ്സ് ആക്ച്വലി ഹാവിങ് 70 സെന്റിമീറ്റർ, 70 സെന്റിമീറ്റർ വലിപ്പമുള്ള കുറച്ച് വലിയ ഈ വിഭാഗത്തിൽ വെച്ച് കുറച്ച് വലിയ ഏറ്റവും വലിയ പ്ലാന്റ് ആണ് ഡൗസോണിയ. 70 സെന്റിമീറ്റർ ആണ് ഇവരുടെ സൈസ്. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി കം അണ്ടർ മോസസ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് ബ്രയോഫൈറ്റ്സ് രണ്ട് കാറ്റഗറിയാണ്, ലിവർവേർട്സ് ആൻഡ് മോസസ് അല്ലെ. അതിൽ മോസസിൽ വരുന്നവരാണ് ഡൗസോണിയ. നെക്സ്റ്റ് വൺ യു നോ ദ സ്മോളസ്റ്റ് ബ്രയോഫൈറ്റ് സൂപ്സിസ് അർജന്റിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഏറ്റവും ചെറിയ ബ്രയോഫൈറ്റ്, സൂപ്സിസ് അർജന്റിയ. ഓക്കെ, ലിവർവേർട്സിൽ വരുന്ന പ്ലാന്റ് ആണ് സ്മോളസ്റ്റ് ബ്രയോഫൈറ്റ്, സൂപ്സിസ് അർജന്റിയ. Okay, dear students, now let us discuss about the classification of bryophytes in detail. നമ്മൾ ആകെ പഠിച്ചിരിക്കുന്നത് ബ്രയോഫൈറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ലിവർവേർട്സ് ആൻഡ് മോസസ്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 classes.
നമ്മൾ ബ്രയോഫൈറ്റ്സിനെ 3 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കൂ ഏതൊക്കെയാണെന്ന്. ഹെപ്പാറ്റിക് കോപ്സിഡ, ആൻഡോസെറപ്റ്റോപ്സിഡ ആൻഡ് ബ്രയോപ്സിഡ. ഓക്കെ, ഹെപ്പാറ്റിക് കോപ്സിഡ മീൻസ് ലിവർവേർഡ്സ്, ആൻഡോസെറപ്റ്റോപ്സിഡ മീൻസ് ഹോൺവേർഡ്സ്, അതുപോലെ തന്നെ ബ്രയോപ്സിഡ മീൻസ് മോസസ്. നമ്മൾ നമ്മുടെ NCERT പറയുന്ന ലിവർവേർഡ്സ് ഹെപ്പാറ്റിക് കോപ്സിഡയും ബ്രയോപ്സിഡ അല്ലെങ്കിൽ മോസസ് എന്ന് പറയുന്നത് ബ്രയോപ്സിഡയിലും വരുന്നതാണ്. നോക്കാം, നമുക്ക് ഇവരുടെ ഒരു കമ്പാരിറ്റീവ് അക്കൗണ്ട് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട എൻട്രൻസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഏരിയയാണ്. ഓക്കെ, ദ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ബ്രയോഫൈറ്റ്സ്, ലിവർവേർഡ്സ്, hornwords and mosses. First one, let us discuss about the plant body. Plant body is thalloid in first 2 cases. You know, hepatic copsida, Andosreptopsida രണ്ട് കേസിലും plant body thalloid ആണ്. നിങ്ങൾക്കറിയാം എന്താണ് താലസ് എന്നല്ലേ? അൺഡിഫറൻഷിയേറ്റഡ് plant bodyക്ക് വിളിക്കുന്ന പേരാണ് താലസ്. The plant body is not at all differentiated into root, stem and leaf. Isn't it? But in case of Bryopsida, you know, it's actually having leafy and erect plant body. നിങ്ങൾക്കറിയാം ഫിനേറിയ അല്ലേ? ഫിനേറിയ, അതുപോലെ തന്നെ സ്പാക്നം, പോളിട്രൈക്കം, ഇത്തരം പ്ലാന്റ്സ് നോക്കിയാൽ മതി. അവർക്ക് ആക്ച്വലി ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഇറക്റ്റ് പ്ലാന്റ് ബോഡി ഉണ്ട് അല്ലേ? പക്ഷേ ലിവർവേർഡ്സ് ആൻഡ് മോസസ് ഒക്കെ നമ്മൾ നോക്കിയാൽ, ഹോൺവേർഡ്സ് ഒക്കെ നോക്കിയാൽ പലപ്പോഴും അവർക്ക് ഇറക്റ്റ് പ്ലാന്റ് ബോഡി കാണില്ല. ദേ മേ ബി ഡോർസി വെൻട്രലി ഫ്ലാറ്റൻഡ്. Okay, അപ്പോൾ liverworts and hornworts, you know, plant body is thalloid, but in mosses the plant body is leafy and erect. ഫിനേറിയുടെ ഡയഗ്രാം ഒക്കെ നിങ്ങളുടെ ബുക്കിലുണ്ട്, കണ്ടില്ലേ? ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഇറക്റ്റ് സ്ട്രക്ചേഴ്സ് ആണ് അതിന്റെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്. ബെറ്റർ എക്സാമ്പിൾസ്, യു നോ, ലിവർവേർഡ്സിന്റെ ബെറ്റർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെക്സിയ, മാർക്കാൻഷ്യ, പോറല്ല, ഇതൊക്കെ ലിവർവേർഡ്സ് ആണ്. ഹോൺവേർഡ്സിന്റെ ബെറ്റർ എക്സാമ്പിൾ ആൻഡോസിറസ് ആൻഡ് നോട്ടോതാലസ്. രണ്ട് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് ആൻഡോസിറസ് ആൻഡ് നോട്ടോതാലസ്. മോസസിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം, ഫിനേറിയ, സ്പാക്നം, പോളിട്രൈക്കം, അതൊക്കെ മോസസ് എന്ന വിഭാഗത്തിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. Isn't it? Next one, see, rhizoids are unicellular. എന്താ റൈസോയിഡ്സ്? താലസിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് റൈസോയിഡ്സ്. ദാറ്റ് മേ ഹെൽപ്പ് ടു അറ്റാച്ച് ഓൺ ദ സബ്സ്ട്രേറ്റം ഓർ അറ്റാച്ച് ഓൺ ദ സോയിൽ. സോയിലിൽ പറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ സോയിലിൽ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സ്ട്രക്ചേഴ്സ് ആണ്, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഇത്തരത്തിലുള്ള റൈസോയിഡ്സ് ലിവർവേർഡ്സിലും മോസസിലും ലിവർവേർഡ്സിലും അതുപോലെ തന്നെ ഹോൺവേർഡ്സിലും നോക്കിയാൽ റൈസോയിഡ്സ് ആർ യൂണിസെല്ലുലാർ. ബട്ട് in case of mosses, you can see rhizoids are multicellular. Isn't it? Can you follow me? Yes. Next point, you know, the germination of the spore is direct. Direct spore germination. അതായത് സ്പോറുകൾ ജെർമിനേഷൻ നടന്ന് നേരിട്ട് പുതിയ പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ പുതിയ ഗമിറ്റോഫൈറ്റ് ഫോം ചെയ്യും. അതൊരു കേസാണ് നമ്മൾ ലിവർവേർഡ്സിലും ഹോൺവേർഡ്സിലും കാണുന്നത്. The spore germination is direct, but in case of mosses, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, മോസസിന്റെ സ്പോർ ജെർമിനേഷൻ എന്ന് പറയുന്നത് ഇൻഡിറക്റ്റ് ആണ്. That means, first of all, the spore germinated to form a structure called protonema. You remember? പഠിച്ചിട്ടില്ലേ? ഡോർസി വെൻട്രലി ആയിട്ടുള്ള ക്രീപ്പിംഗ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുമെന്നും അതിൽ നമ്മൾ പ്രോട്ടോണീമ എന്ന് വിളിക്കും. അത്തരം ക്രീപ്പിംഗ് സ്ട്രക്ചറിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലീഫി ആൻഡ് ഇറക്റ്റ് സ്ട്രക്ചേഴ്സ് മുകളിലേക്ക് ഡെവലപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ സ്പോർ ജെർമിനേഷൻ ഡിറക്റ്റ് അല്ല, ദ സ്പോർ ജെർമിനേഷൻ ഈസ് ഇൻഡയറക്റ്റ്. Is it clear? Next one, you know, elaters are present in case of hepatic copsida, means liverworts. എന്താണ് ഇലാറ്റേഴ്സ്? ഇലാറ്റേഴ്സ് ആർ ആക്ച്വലി സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് സീൻ ഇൻസൈഡ് ദ ക്യാപ്സ്യൂൾ. അതായത് സ്പോറോഫൈറ്റിന്റെ ക്യാപ്സ്യൂളിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് ദ ഡിസ്പേഴ്സൽ ഓഫ് ദ സ്പോർസ്. ഓക്കെ, ക്യാപ്സ്യൂള് പൊട്ടി സ്പോറുകൾ ഡിസ്പോസ് ചെയ്യാൻ സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് ഇലാറ്റേഴ്സ്. ലിവർവേർഡ്സ് പരിശോധിച്ചാൽ അവിടെ ഇലാറ്റേഴ്സ് പ്രസന്റ് ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് ബ്രയോപ്സിഡ, യു നോ, മോസസ് എടുത്താൽ ഇലാറ്റേഴ്സ് ആബ്സെന്റ് ആയിരിക്കും.
എന്നാൽ ഹോൺ വേർഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശരിയായ ഇലാറ്റേഴ്സ് കാണില്ല. ബട്ട് ദേ ആർ ഹാവിംഗ് സം ടൈപ്പ് ഓഫ് ഇലാറ്റേഴ്സ് വി കൻ കളക്റ്റീവ്ലി കോൾഡ് സ്യൂഡോ ഇലാറ്റേഴ്സ്, മീൻസ് ഫോൾസ് ഇലാറ്റേഴ്സ് കാണാം. ഓക്കെ, അപ്പൊ ഇലാറ്റേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് സ്പോർ ഡിസ്പേഴ്സലിന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ്, ക്യാപ്സ്യൂളിനുള്ളിൽ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ഇത്തരം സ്ട്രക്ചേഴ്സ് കോമൺലി കാണപ്പെടുന്നത് എവിടെ മാത്രമാണ്? ലിവർ വേർഡ്സിൽ മാത്രമാണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് മോസസ് ദേ ആർ നോട്ട് ഹാവിംഗ് ഇലാറ്റേഴ്സ്. ഹോൺ വേർഡ്സ് എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി അവിടെ സ്യൂഡോ ഇലാറ്റേഴ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. ഇനി നമ്മൾ റിവർ വേർഡ്സിന്റെ സ്പോറോഗോണിയം മീൻസ് അവരുടെ സ്പോറോഫൈറ്റിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ കംപ്ലീറ്റ്ലി പാരസൈറ്റിക് ഓൺ ഗമിറ്റോഫൈറ്റ്. ഗമിറ്റോഫൈറ്റിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുകയാണ്, മീൻസ് കംപ്ലീറ്റ് പാരസൈറ്റിക് ആണ്. എന്നാൽ ഇൻ കേസ് ഓഫ് ഹോൺവേർഡ്സ് ആൻഡ് മോസസ് ദ സ്പോറോഫൈറ്റ്സ് ആർ പാർഷ്യലി പാരസൈറ്റിക്. ഓക്കെ, പാർഷ്യലി പാരസൈറ്റിക് ആണ്. പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് എവിടെ മാത്രമാണ്? ലിവർ വേർഡ്സിൽ മാത്രമാണ്. ക്ലിയർ? ദിസ് ഈസ് സംതിങ് അബൌട്ട് ദ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ബ്രയോഫൈറ്റ്സ് ആൻഡ് ദ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ്. ഓക്കെ കുട്ടികളെ, ഇത്രയുമാണ് എനിക്ക് ബ്രയോഫൈറ്റ്സിന്റെ അഡീഷണൽ കോൺസെപ്റ്റുകൾ തരാനുള്ളത്. So in next session we will discuss about the pteridophytes and gymnosperms. നിങ്ങൾക്കറിയാം ഇത്തരം സെഷൻസ് നമ്മൾ ഓൾറെഡി ഈ ടോപ്പിക്കൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ ഒരു എന്താ പറയുക അഡീഷണൽ പോയിന്റ്സ് മാത്രമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് pteridophytes ആൻഡ് gymnosperms. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്ലാന്റ് കിങ്ഡം കണ്ടിന്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് pteridophytes ആൻഡ് gymnosperms. ഓക്കെ, അതിൽ അഡീഷണൽ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ടെറിഡോഫൈറ്റ്സിൻ്റെയും ജിംനോസ്പേംസിൻ്റെയും ഒക്കെ ലൈഫ് സൈക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പഠിച്ചതിന് ശേഷം ഉള്ള അഡീഷണൽ കണ്ടൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ടെറിഡോഫൈറ്റ്സിനെ നമ്മൾ കോമൺലി അറിയപ്പെടുന്ന പേര് വാസ്കുലാർ ക്രിപ്റ്റോഗംസ് എന്നാണ്. ഡു യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വാസ്കുലാർ ക്രിപ്റ്റോഗംസ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ വാസ്കുലാർ ക്രിപ്റ്റോഗംസ് എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ, ഇവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂവിൽ ആദ്യമായിട്ട് വാസ്കുലാർ ടിഷ്യൂസ് ആയ സൈലവും ഫ്ലോയവും കണ്ടെത്തിയ കാണപ്പെട്ട പ്ലാന്റ്സ് ആണ് ടെറിഡോഫൈറ്റ്സ്. നിങ്ങൾക്കറിയാം ബ്രയോഫൈറ്റ്സ് വരെ വാസ്കുലാർ ടിഷ്യൂസ് ഇല്ലായിരുന്നു. സൈലം ആൻഡ് ഫ്ലോയം വെർ കംപ്ലീറ്റ്ലി ആബ്സെന്റ്, ബട്ട് ടെറിഡോഫൈറ്റ്സ് ഓൺവേഴ്സ് ദ വാസ്കുലാർ ടിഷ്യൂസ് ലൈക്ക് സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റ്. ഓക്കെ, ഈ ഗ്രൂപ്പിലുള്ള പ്ലാന്റ്സിന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇവരുടെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണ്, അല്ലേ? അതിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഹാപ്ലോയിഡ് സ്ട്രക്ചേഴ്സ് ആണ് അവരുടെ ഗമിറ്റോഫൈറ്റ്. അത് ഇൻഡിപെൻഡന്റ് ആണ്, നമ്മളതിനെ പ്രോതാലസ് എന്ന് വിളിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടെറിഡോഫൈറ്റ്സിന്റെ മാത്രം ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് സ്പോറോഫൈറ്റ് ആൻഡ് ഗമിറ്റോഫൈറ്റ് ഹാവിങ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. അതായത് ഗമിറ്റോഫൈറ്റിനും സ്പോറോഫൈറ്റിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും. ഇത് പ്ലാന്റ് കിങ്ഡത്തിൽ വെച്ച് ടെറിഡോഫൈറ്റ്സിന് മാത്രമുള്ളൊരു യുണീക്ക് ഫീച്ചറാണ്. ക്ലിയർ? നമ്മൾ കണ്ടു ബ്രയോഫൈറ്റ്സിലാണെങ്കിൽ ആൽഗികളൊക്കെ ആണെങ്കിൽ അവരുടെ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ജിംനോസ്പേംസ് ആയിക്കോട്ടെ, തൊട്ടടുത്ത ആൻജിയോസ്പേം ആണെങ്കിലും പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണെങ്കിലും അതിന്റെ ഗമിറ്റോഫൈറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് ഓൺ ദ സ്പോറോഫൈറ്റ്, അല്ലേ? അപ്പോൾ ടെറിഡോഫൈറ്റിന്റെ മാത്രം പ്രത്യേകതയാണ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആൻഡ് ഹാപ്ലോയിഡ് ഗമിറ്റോഫൈറ്റ് ഹാവിങ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ഗമിറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേര് പ്രോതാലസ് എന്നാണ്. നിങ്ങൾക്കറിയാം സാധാരണഗതിയിൽ ടെറിഡോഫൈറ്റിക് പ്ലാന്റ്സും കാണപ്പെടുന്നത് കൂൾ, ഡാംപ് ആൻഡ് ഷെയ്ഡി പ്ലേസിലാണ്. ബട്ട് സം ടൈപ്പ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ആർ അക്വാട്ടിക്. ഞാനിവിടെ 2-3 അക്വാട്ടിക് പ്ലാന്റ്സിന്റെ പേര് പറയുകയാണ്. അസോള, അതുപോലെ മാസീലിയ, സാൽവീനിയ, ഐസോയിറ്റസ്. ഇവരെല്ലാം എന്താണ്? അക്വാട്ടിക് ടെറിഡോഫൈറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവർക്ക് വാസ്കുലർ ടിഷ്യൂസ് ആയ സൈലവും ഫ്ലോയവും ഉണ്ട്. ബട്ട് vessels in xylem and companion cells in phloem are absent. ഓക്കെ, സൈലത്തിൽ വെസൽസ് കാണില്ല, ഫ്ലോയത്തിൽ കമ്പാനിയൻ സെൽസ് കാണില്ല.
ഇത് ടെറിഡോഫൈറ്റ്സിന്റെ പ്രത്യേകതയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കറിയാം, സ്പോർ പ്രൊഡ്യൂസിങ് ലീവ്സ് കാണപ്പെടും. അത്തരത്തിലുള്ള ലീഫുകൾക്ക് നമ്മൾ വിളിക്കുന്ന പേര് സ്പോറോഫിൽ എന്നാണ്. സാധാരണ ടെറിഡോഫൈറ്റ്സിൽ സ്പോറോഫിൽ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. ചില മെമ്പേഴ്സിൽ മാത്രം, പ്രത്യേകിച്ച് ഇക്വസിറ്റം പോലെയുള്ള ചില മെമ്പേഴ്സിൽ മാത്രം ഇത്തരത്തിലുള്ള സ്പോറോഫില്ലുകൾ കൂടിച്ചേർന്ന് ഒരു കോമ്പാക്ട് സ്ട്രക്ചർ ഫോം ചെയ്യും എന്ന് പഠിച്ചിരുന്നു. ഇറ്റ് ഈസ് കോൾഡ് കോൺസ് ഓർ സ്ട്രബൈലി. Isn't it? ടെറിഡോഫൈറ്റ്സിന്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം, ടെറിഡോഫൈറ്റ്സുകൾ ആക്ച്വലി ഹോമോസ്പോറസ് ആണ്. എന്താണ് ഹോമോസ്പോറസ്? They can produce only one type of spores. അവിടെ ഒരിക്കലും നമ്മൾ മെയിൽ സ്പോർ എന്നോ ഫീമെയിൽ സ്പോർ എന്നോ മൈക്രോസ്പോർ എന്നോ മാക്രോസ്പോർ എന്നോ ഒന്നും പറയാറില്ല, അല്ലെ? സെയിം ടൈപ്പ് ഓഫ് സ്പോർസ് ആണ്. പക്ഷേ ഇവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ ചില പ്ലാന്റ്സിൽ, അതായത് ചില ഹയർ മെമ്പേഴ്സിൽ മാത്രം അവർ ഹെട്രോസ്പോറസ് ആണ്. എന്താണ് ഹെട്രോസ്പോറസ് എന്ന് പറഞ്ഞാൽ? ഹെട്രോസ്പോറസ് മീൻസ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ടു ടൈപ്സ് ഓഫ് സ്പോർസ്. ഓക്കെ, മൈക്രോസ്പോർസ് ആൻഡ് മാക്രോസ്പോർസ് അല്ലെങ്കിൽ മെഗാസ്പോർസ്. ക്ലിയർ? അപ്പോൾ ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റിന് എക്സാമ്പിൾ ചോദിച്ച് നമുക്ക് എഴുതാം. സെലാജിനെല്ല, അസോള, മാർസീലിയ, സാൽവീനിയ ഇവരെല്ലാം ഹെട്രോസ്പോറസ് ആണ്. ഹോമോസ്പോറസ് ആണ് കൂടുതലും നമ്മൾ പഠിച്ചിരിക്കുന്ന ലൈക്കോപോഡിയം, എല്ലാ തരത്തിലുള്ള ഫേൺസ്, ഇവരെല്ലാം ആക്ച്വലി ഹോമോസ്പോറസ് ആണ്. ഇത് ഹെട്രോസ്പോറസ് ആണ്. അവർ രണ്ട് ടൈപ്പിലുള്ള സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴവിടെ രണ്ട് ടൈപ്പിലുള്ള സ്പോറോഫില്ല് കാണും, അല്ലെ? മൈക്രോസ്പോറോഫില്ലും മെഗാസ്പോറോഫില്ലും. ഓക്കെ, അവിടെ രണ്ട് ടൈപ്പ് സ്പൊറാഞ്ചിയം കാണും. മൈക്രോസ്പോറോഫില്ലുള്ളത് മൈക്രോസ്പൊറാഞ്ചിയം, മെഗാസ്പോറോഫില്ലുള്ളത് മെഗാസ്പൊറാഞ്ചിയം. അതിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ മൈക്രോസ്പോറുകളും മെഗാസ്പൊറാഞ്ചിയത്തിൽ മെഗാസ്പോറുകളും ഫോം ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പ്രധാനപ്പെട്ട ഈവന്റ്, the heterosporous condition is actually considered as a precursor of seed habit. നിങ്ങൾക്കറിയാം, നമ്മൾ അടുത്ത പഠിക്കുന്ന ജിംനോസ്പേം ആണ്. അവിടെ സീഡ്സ് ഉണ്ട്. ഫ്ലവർ ഇല്ലെങ്കിലും അവിടെ എന്ത് ഫോം ചെയ്യുന്നു? സീഡ്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സീഡ് ഹാബിറ്റിലേക്കുള്ള ഒരു മുന്നോടിയാണ്, ഒരു പ്രീകർസർ ആണ് ഇവിടുത്തെ ഹെട്രോസ്പോറസ് കണ്ടീഷൻ. ക്ലിയർ? ഞാൻ അടുത്തതായിട്ട് ടെറിഡോഫൈറ്റ്സിൽ വരുന്ന ചില പ്രധാനപ്പെട്ട പ്ലാന്റ്സിനെ കുറിച്ചും അവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറയുകയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്, ഇറ്റ് ഈസ് കോൾഡ് അസോള. ഒരു അക്വാട്ടിക് പ്ലാന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അസോള. അസോളയുടെ പ്രത്യേകത, ഇറ്റ്സ് എ സ്മോളസ്റ്റ് ടെറിഡോഫൈറ്റ്. ടെറിഡോഫൈറ്റിലെ ഏറ്റവും ചെറിയ ടെറിഡോഫൈറ്റ് ആണ് അസോള. നമ്മൾ അസോള എന്ന ഈ പ്ലാന്റിനെ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ബയോ ഫെർട്ടിലൈസറായി ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ഇവരുടെ സെൽസിൽ പലപ്പോഴും ചില ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സയാനോ ബാക്ടീരിയൽ അസോസിയേഷൻ ഉണ്ട്. അനാബീന പോലെയുള്ള സയാനോ ബാക്ടീരിയകൾ ഉള്ളത് കൊണ്ട് ഇവർക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? നൈട്രജൻ ഫിക്സേഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ്സ് വൈ വി ആർ യൂസിങ് അസോള ആസ് an important ബയോഫെർട്ടിലൈസർ. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് സയാത്തിയ. നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു പ്ലാന്റ് ആണ് സയാത്തിയ. ഇതാണ് ലാർജസ്റ്റ് ടെറിഡോഫൈറ്റ്. നമ്മൾ അവരെ ട്രീ ഫേൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ ടെറിഡോഫൈറ്റ് ആണ് സയാത്തിയ. പഠിച്ചിരിക്കുക. മറ്റൊരു ടെറിഡോഫൈറ്റിന്റെ പേരാണ് അഡിയാൻഡം കൗഡേറ്റം. എന്താണ് അഡിയാൻഡം കൗഡേറ്റത്തിന്റെ പ്രത്യേകത? ദർ കോമൺലി കോൾഡ് വാക്കിംഗ് ഫേൺസ്. നമ്മളൊരു വാക്കിംഗ് ഫേൺ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇവരുടെ ലീഫ് ടിപ്പില് ബഡ്സ് കാണും. whenever the leaf tips come in contact with the soil, ഈ വളർന്നു വരുന്ന ലീഫ് ടിപ്പ്, ഒരു ബ്രാഞ്ചിന്റെ ലീഫ് ടിപ്പ് സോയിലിൽ അറ്റാച്ച് ചെയ്താൽ എന്ത് പറ്റും അറിയാമോ? ഈ ലീഫ് ടിപ്പിലുള്ള ബഡ്സ് ഡെവലപ്പ് ചെയ്ത് പുതിയ ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു വാക്കിംഗ് ഫേൺ അഡിയാൻഡം ഉണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ ഇത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ബിക്കോസ് each and every leaf tip have its own buds. ഓക്കെ, ആ ബഡ്സ് സോയിലിൽ എത്തിയാൽ ഉടൻ തന്നെ അത് പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. സോ ഈ അഡിയാൻഡത്തിൽ നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാ കുട്ടികളെ എന്താ? വാക്കിംഗ് ഫേൺ. വാക്കിംഗ് ഫേൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സാധാരണ നമുക്കറിയാം ടെറിഡോഫൈറ്റ്സിൽ സെക്കൻഡറി ഗ്രോത്ത് കാണില്ല. പക്ഷേ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഐസോയിറ്റസ്. ഈ ഐസോയിറ്റസിൽ സെക്കൻഡറി ഗ്രോത്ത് കാണും. സെക്കൻഡറി ഗ്രോത്തിൽ തിക്നെസ് ഫോം ചെയ്യുന്ന, തിക്നെസ് ഉണ്ടാകുന്ന സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന ഒരേ ഒരു ടെറിഡോഫൈറ്റിക് പ്ലാന്റ് ആണ് ഐസോയിറ്റസ്. ലാസ്റ്റ് ഒരു ടെറിഡോഫൈറ്റിക് പ്ലാന്റിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് നെയിം ഈസ് ഓഫിയോഗ്ലോസം.
ഓഫിയോഗ്ലോസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് എ പ്ലാന്റ് വിച്ച് ഹാവിങ് ഹയസ്റ്റ് നമ്പർ ഓഫ് ക്രോമസോം അല്ലെ. നിങ്ങൾ ക്ലാസ് +2 പഠിച്ചതാണ്, 12th പഠിച്ചതാണ്. എന്താ ഏറ്റവും കൂടുതൽ ക്രോമസോം നമ്പർ ഉള്ള പ്ലാന്റ് ഓഫിയോഗ്ലോസം. ഓഫിയോഗ്ലോസിന്റെ 2n നമ്പർ, ഡിപ്ലോയിഡ് നമ്പർ എന്ന് പറയുന്നത് 1262. 1262 ക്രോമസോം ഉള്ള വളരെ ചെറിയ ഒരു പ്ലാന്റ് ആണ്, ടെറിഡോഫൈറ്റിൽ വരുന്ന പ്ലാന്റ് ആണ് ഓഫിയോഗ്ലോസം. Is it clear? Then last one, let me discuss about gymnosperms. ജിംനോസ്പേംസിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അവരുടെ ലൈഫ് സൈക്കിൾ ഒക്കെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം അല്ലേ. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആർ കോമൺലി കോൾഡ് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് അല്ലെ. അവരുടെ സീഡിനെ കവർ ചെയ്തൊരിക്കലും ഫ്രൂട്ട് കാണില്ല, അതായത് ഓവറി കാണില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ സീഡുകൾ നേക്കഡ് സീഡുകളാണ്. ഈ ഗ്രൂപ്പിൽ വളരെ വലിയ പ്ലാന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ടോളസ്റ്റ് പ്ലാന്റ് ഒക്കെ വരുന്നത് ഈ ഗ്രൂപ്പിലാണ്. നിങ്ങൾക്കറിയാം, പ്ലാന്റ് കിങ്ഡത്തിൽ വെച്ചിട്ട് ഏറ്റവും ടോളസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് സെക്വയ സെംബർവിറൻസ് എന്ന പ്ലാന്റ് ആണ്. ഇറ്റ്സ് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ജിംനോസ്പേം. സോ നമുക്ക് പറയാം, ഒന്നുകിൽ ടോളസ്റ്റ് ജിംനോസ്പേം അല്ലെങ്കിൽ ടോളസ്റ്റ് പ്ലാന്റ് ഇൻ ദ വേൾഡ്. സെക്വയ സെംബർവിറൻസ്. ഓക്കെ, 111.6 മീറ്റർ ആണ് ഇവരുടെ ഹൈറ്റ്. ഓക്കെ, കോമൺലി സീൻ ഇൻ കാലിഫോർണിയ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് എ കോമൺ നെയിം ഈസ് റെഡ് വുഡ് ട്രീ. നമ്മൾ റെഡ് വുഡ് ട്രീ എന്നറിയപ്പെടുന്ന സെക്വയ സെംബർവിറൻസ് എന്ന പ്ലാന്റ് ആണ് ഏറ്റവും ടോളസ്റ്റ് പ്ലാന്റ്. അത് ടോളസ്റ്റ് ജിംനോസ്പേം ആണ്, ടോളസ്റ്റ് പ്ലാന്റ് ഇൻ ദ വേൾഡ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന മുഴുവൻ പ്ലാന്റ് ഗ്രൂപ്പ്സും എടുത്താൽ അതിലേക്ക് വെച്ച് ഏറ്റവും ടോളസ്റ്റ് പ്ലാന്റ് ആണ് സെക്വയ സെംബർവിറൻസ്. ഇത് ശ്രദ്ധിക്കൂ, സ്മോളസ്റ്റ് ജിംനോസ്പേം. വളരെ ചെറിയ ജിംനോസ്പേം ഉണ്ട്, ഓൺലി 25 സെന്റിമീറ്റർ മാത്രം പൊക്കമുള്ള വളരെ ചെറിയ ജിംനോസ്പേം ഉണ്ട്. ഇതിന്റെ പേരാണ് സെമിയ പിഗ്മിയ. സെമിയ പിഗ്മിയ ഇസ് ആക്ച്വലി വൺ ഓഫ് ദി സ്മോളസ്റ്റ് ജിംനോസ്പേം. പിന്നെ നമുക്കറിയാം, വാസ്കുലർ ടിഷ്യൂസ് പ്രസന്റ് ആണ് ഇവിടെ. ടെറിഡോഫൈറ്റ് തൊട്ട് അങ്ങോട്ട് മീൻസ് ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, അവിടെ എല്ലാം എന്തുണ്ട്? വാസ്കുലർ ടിഷ്യൂസ് ആയ സൈലവും ഫ്ലോയവും കാണപ്പെടും. പക്ഷേ ഇവിടുത്തെ സൈലത്തിന് പ്രത്യേകതയുണ്ട്. സൈലത്തില് വെസൽസ് ആബ്സെന്റ് ആയിരിക്കും. വെസൽസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേംസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻജിയോസ്പേംസിന്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് പ്രസൻസ് ഓഫ് വെസൽസ്, ദ മെയിൻ വാട്ടർ ട്രാൻസ്പോർട്ടിംഗ് ടിഷ്യൂ ഓർ വാട്ടർ ട്രാൻസ്പോർട്ടിംഗ് സെൽസ്. ഓക്കെ, അപ്പോൾ വെസൽസ് സാധാരണഗതിയിൽ ജിംനോസ്പേമിൽ കാണില്ല. ബട്ട് സം എക്സെപ്ഷൻസ് ആർ ദെയർ. വളരെ ഭംഗിയായി പഠിച്ചിരിക്കണം ഇത്തരം എക്സെപ്ഷണൽ കേസുകൾ. അതായത് ചില ജിംനോസ്പേംസ്, അതായത് നീറ്റൈൽസ് എന്ന വിഭാഗത്തിൽ വരുന്ന ജിംനോസ്പേമുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നീറ്റം, എഫിഡ്ര ആൻഡ് വെൽവിഷിയ. ഏതൊക്കെയാണ്? നീറ്റം, എഫിഡ്ര ആൻഡ് വെൽവിഷിയ. ഈ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ വെസൽസ് ആർ പ്രസന്റ്. അപ്പോൾ നീറ്റൈൽസ് എന്ന വിഭാഗത്തിൽ വരുന്ന നീറ്റം, എഫിഡ്ര, വെൽവിഷിയ ഇത്തരം പ്ലാന്റ്സ് ഒഴിച്ചാൽ ബാക്കി ഒരു ജിംനോസ്പേമിലും എന്തില്ല? വെസൽസ് കാണില്ല. ഓക്കെ, നമുക്ക് ജിംനോസ്പേമിന്റെ ക്ലാസിഫിക്കേഷൻ കൂടെ ഒന്ന് നോക്കിയേക്കാം. Gymnosperms are actually classified into 3 groups. നിങ്ങൾക്ക് കാണാം, സൈക്കോഡോപ്സിഡ, കൊണിഫെറോപ്സിഡ ആൻഡ് നീറ്റോപ്സിഡ. നമ്മൾ പഠിച്ച സൈക്കസ്, സേമിയ ഒക്കെ വരുന്നത് സൈക്കോഡോപ്സിഡയിലാണ്. കോണിഫെറോപ്സിഡയിൽ വരുന്നവരാണ് പൈനസ് ആൻഡ് ജിങ്കോ. അതുപോലെ നീറ്റോപ്സിൽ വരുന്നവരാണ് നീറ്റം, എഫിഡ്ര, വെൽവിഷിയ. വെസൽസ് പ്രസന്റ് ആണ് ഈ നീറ്റോപ്സിഡയുടെ പ്രത്യേകത. ഓക്കെ, അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻസ് കൂടി പറയാം. സാധാരണഗതിയിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പേംസിന്റെ മാത്രം ഒരു യുണീക്ക് ഫീച്ചർ ആണ്. ജിംനോസ്പേംസിൽ സാധാരണ ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണാറില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ജിംനോസ്പേം ഉണ്ട്. ഇറ്റ്സ് നെയിം ഈസ് എഫിഡ്ര. നീറ്റേഴ്സിൽ വരുന്ന എഫിഡ്രയിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന ഫിനോമിനൻ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള എക്സെപ്ഷണൽ കേസുകൾ നിങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ സൈക്കസ്, ജിങ്കോ ആൻഡ് സെക്വയ ഇത്തരം പ്ലാന്റ്സ് നമ്മൾ കോമൺലി ഇപ്പോൾ അറിയപ്പെടുന്നത് യു കെൻ കോൾ ഇറ്റ് ആസ് ലിവിംഗ് ഫോസിൽസ്. എന്താണ് വിളിക്കുന്നത്? ലിവിംഗ് ഫോസിൽസ് എന്നാണ് വിളിക്കുന്നത്. കുട്ടികളെ, ഇത്രയുമൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട പ്ലാന്റ് കിങ്ഡത്തിന്റെ കോൺസെപ്റ്റുകൾ. ഓക്കെ,
Last, one more groups you are very familiar, that is called angiosperms. ആൻജിയോസ്പെംസിന്റെ ഡീറ്റെയിൽഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പെംസ് എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. സോ പ്ലാന്റ് കിങ്ഡം എന്ന ടോപ്പിക്കിൽ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂയിലുള്ള മുഴുവൻ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ട്രൈ ടു ലേൺ വെൽ. ഓക്കെ, സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ഡേ വിത്ത് അനദർ ടോപ്പിക്. ടിൽ ദെൻ, ഗുഡ് ബൈ.